കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അധ്യാപിക തൻ്റെ ക്ലാസ്സിലെ കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, കുറച്ച് ദിവസമായിട്ട് ഞാൻ അവനെ ശ്രദ്ധിക്കുന്നു, ക്ലാസ്സിലൊന്നും ഒരു ശ്രദ്ധയില്ല, പുറത്തുനിന്നുള്ള മുതിർന്ന ആളുകളുമായിട്ടൊക്കെ ഇവന് കൂട്ടുകെട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്, ഇവനറിയാതെ ബാഗൊക്കെ ഇടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഈ നിർദ്ദേശങ്ങൾ കേൾക്കേണ്ട താമസം അധ്യാപികയ്ക്കെതിരെ വളരെ മോശമായ ആരോപണത്തോടെയാണ് രക്ഷിതാവ് നിന്നത്. ടീച്ചർ പാഠപുസ്തകം പഠിപ്പിച്ചാൽ മതി, കൂടുതൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട, എൻ്റെ കൊച്ചിനെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുകയൊന്നും വേണ്ട. കാലം മുന്നോട്ട് പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം ഇതേ രക്ഷിതാവിനോട് ഇതേ കുട്ടി തന്നെ വളരെ മോശമായി പെരുമാറുകയും അപ്പോഴാണ് ഈ രക്ഷിതാവിന് മനസ്സിലായത് തൻ്റെ കുട്ടി കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അപ്പോഴേക്കും കുറേയധികം വൈകിപ്പോയിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയയിലും പത്രത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് യുവജനത അല്ലെങ്കിൽ കുട്ടികളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം. കൂട്ടായ ഉത്തരവാദിത്വത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനെതിരെ ചെറുത്ത് നിന്ന് പോരാടാൻ സാധിക്കുകയുള്ളൂ.